ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഒരു യൂണിഫോം ഷർട്ട് ഗേൾസിന് വേണ്ടുന്ന ഒരു 6 ഇയേഴ്സുള്ളൊരു കൊച്ചിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന ഷർട്ടിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഷർട്ടിന് നമുക്ക് 5 പീസാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് അവിടെ പാറ്റേൺ ചെയ്ത് വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പോർഷനാണെന്നുള്ളത് നമുക്ക് ഓരോന്നും കട്ട് ചെയ്യുമ്പോൾ പറയാം. ഇത് നമുക്ക് ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ തുണിയുടെ സെൽവെജ് നോക്കിയിട്ട് വേണം മടക്കി ഇടാനായിട്ട്. എൻ്റെ കൈ ഇരിക്കുന്ന സൈഡിൽ സെൽവെജാണ് വരുന്നത്, അതായത് വണ്ണം കൂടിയ അരികു ഭാഗമാണ് വരുന്നത്. അവിടെ 1/2 ഇഞ്ചിൽ ഒരു ലൈൻ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 2 ഇഞ്ചിൽ ലൈൻ കൊടുത്തിട്ട് നമ്മൾ നിർത്തണം. താഴെ ഭാഗത്തും അതുപോലെ തന്നെ 1/2 ഇഞ്ചിൽ ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒരു 2 ഇഞ്ചിൽ ലൈൻ കൊടുത്ത് നമ്മൾ നിർത്താം. ശേഷം നമ്മൾ അളവ് ഷർട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കൃത്യമായി എടുത്ത് മടക്കി പിടിക്കാം. ഞാൻ പിടിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായ അളവ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വേണ്ടുന്ന ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴേക്കുള്ള സീം അലവൻസിന് വേണ്ടുന്ന പോർഷനാണ് നമ്മളവിടെ ഇട്ടിരിക്കുന്നത്. മേലേക്ക് നമ്മൾ 1/4 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് അവിടെ ഇട്ട് കൊടുക്കണം. ശേഷം കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമുക്ക് അവിടെ എത്ര ലെങ്ത്ത് വരുന്നുണ്ടെന്നുള്ളതും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന വിഡ്ത്താണ് ആവശ്യമായിട്ടുള്ളത്. ആ ഷർട്ടിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്ന് ആ കൈക്കുഴിയുടെ അവിടേക്ക് എത്രയാണോ വിഡ്ത്ത് ആവശ്യം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ താഴെ വരുന്ന ചെസ്റ്റ് മെഷർമെൻറ്റും നമ്മളൊന്ന് അതിൽ നിന്ന് എടുക്കുക, അളവ് ഷർട്ടിൽ നിന്ന് എടുക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതനുസരിച്ച് നമ്മളൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ താഴേക്ക് 1.5 ഇഞ്ച് താഴേക്കായിട്ട്, ആ ലൈനിൽ നിന്ന് 1.5 ഇഞ്ച് താഴേക്കായിട്ട് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഷോൾഡർ ഡൗൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ 1.5 ഇഞ്ച് താഴേക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ അവിടെ ആ ഒരു ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കഴുത്തിൻ്റെ വിഡ്ത്തും ലെങ്ത്തും 2 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിരിക്കും 6 വയസ്സുകാർക്ക്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് ആം ഹോളിൻ്റെ ലെങ്ത്താണ്. അവിടെ 5.25 ഇഞ്ചാണ് ഞാൻ ആം ഹോളിൻ്റെ ലെങ്ത്തായിട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ 1.5 ഇഞ്ച് താഴേക്ക് വരച്ചിരുന്നല്ലോ, അവിടെ നിന്നും വേണം താഴേക്ക് 5.25 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ കഴുത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പം എന്നാലാണ് നമുക്ക് ആവശ്യമായ ഒരു ലൂസ് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് നമ്മൾ എത്രയാണോ എടുത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ആവശ്യമായ ലൂസ് അവിടെ ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ആ ഒരു സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ ഷർട്ടിന് അങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാറില്ല, ഗേൾസിൻ്റെ ഷർട്ടായതുകൊണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ചൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം അതെല്ലാം ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം താഴെ 1/2 ഇഞ്ച് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായല്ലോ, ആ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളയാം. സൈഡിലും 1/2 ഇഞ്ച് നമ്മൾ വരച്ച് വെച്ചിരുന്നത് അതും കട്ട് ചെയ്ത് മാറ്റിക്കളയാതെ, അത് ആവശ്യമില്ലാത്ത പീസാണ്. ബാക്കിയെല്ലാം നമ്മൾ വരച്ച് വെച്ചതനുസരിച്ച് ഷോൾഡർ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒന്ന് വരച്ച് വന്നതിന് ശേഷം ആ 1.5 ഇഞ്ച് നമ്മൾ താഴേക്ക് ഡൗൺ ചെയ്ത് വരച്ചിരുന്നല്ലോ, അതൊന്ന് കറക്റ്റായിട്ട് ആ ഒരു ലൈൻ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കൊടുത്തിരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ബ്ലൂ കളറിൽ 2 ഇഞ്ചിൽ ഒരു ലൈൻ കൊടുത്തിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. മടക്കിയെടുത്തിട്ട് നമ്മൾ ആ അളവ് കണക്കാക്കിയിട്ടാണ് ബാക്കിലേക്കുള്ള പീസ് മടക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്കുള്ള പീസ് നമുക്ക് തുണി വേസ്റ്റ് ആവാതെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ പീസിൻ്റെ അളവ് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുന്നത്. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിലെ പീസ് ഫ്രണ്ടിലെ പീസിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ച് വിഡ്ത്ത് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആ മെറ്റീരിയൽ ഇട്ടിരിക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഫ്രണ്ടിലെ പീസ് ഒരു 1/2 ഇഞ്ച് ഞാൻ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടിട്ടുണ്ട് ബാക്കിലെ പീസിനേക്കാളും. ഓക്കെ, വിഡ്ത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളവിടെ നടത്തുന്നുണ്ട് ബട്ടൺ വരുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അത് കണക്കാക്കി നമ്മളൊന്ന് ബാക്കിയുള്ള പോർഷനെല്ലാം വരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ ആ ഷോൾഡറിൻ്റെ ആ ഒരു ലൈനാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ ലൈൻ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിരിക്കുകയാണ്. ബാക്കിയെല്ലാം
ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പാറ്റേൺ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ആ അളവിലാണ് നമ്മൾ ബാക്കിലെ പീസും വരച്ച് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ആം ഹോളിൻ്റെ പോർഷനിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ അത്ര കുഴിച്ചിൽ ബാക്കിലെ ആം ഹോളിന് വേണ്ട. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ടിലെ ആം ഹോളിന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കടത്തി നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും കുർത്തയുടെ കൈയൊക്കെ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഷർട്ടിൻ്റെ കൈക്കുഴിക്കും യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയ്ക്കും പറഞ്ഞത് കൈക്കുഴിയുടെ കാര്യം ക്ലിയർ ആവാത്തവർക്ക് ഞാൻ ഒന്നും കൂടിയും അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇത് ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഷർട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അറിയാത്തവർക്കാകുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്, ഇത് ഞാൻ വെട്ടിയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകുമോ, എനിക്കിത് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ബാക്കി ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ലെങ്ത്തൊക്കെ ഫ്രണ്ടിലെ അതേ ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മേലേക്ക് വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, നമുക്ക് ഷോൾഡറിൻ്റെ അവിടേക്ക് നമ്മൾ എപ്പോഴും വേറൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഈ കാണുന്ന താഴെ കൊടുത്തിരിക്കുന്ന ബാക്ക് പോർഷൻ്റെ പാറ്റേൺ ഉണ്ടല്ലോ, അതിൻ്റെ സെയിം അളവാണ് ഈ താഴെ പോർഷനിൽ വരുന്നത്. മേലേക്ക് വരുമ്പോൾ നമ്മൾ 3 ഇഞ്ച് മേലേക്ക് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ 3 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് ഒന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ച് എടുക്കുന്നു. ഇപ്പറേ സൈഡിലേക്ക് ഫോൾഡുള്ള സൈഡിലേക്ക് വരുമ്പോൾ അതൊരു 4 ഇഞ്ചോ 4.5 ഇഞ്ചോ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അവിടെ നമുക്ക് ഷോൾഡർ ഡൗൺ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ടേപ്പ് നോക്കിയാൽ കൃത്യമായ അളവുകൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡൗട്ടിൻ്റെ കാര്യമില്ല. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷന് എത്രയാണോ കഴുത്തിൻ്റെ വിട്ട് കൊടുത്തിരിക്കുന്നത്, 2 ഇഞ്ചാണെങ്കിൽ ഇവിടെ അതൊരു 2.25 ഇഞ്ചിലേക്ക് ആക്കി കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ. അത്രയാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 ഇഞ്ച് നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. മേലെ ഇപ്പം ഞാൻ ടേപ്പ് വെച്ച് കാണിക്കുന്ന ഒരു പോർഷനിൽ ആ ടേപ്പ് വെച്ചിരിക്കുന്ന അത്രയും നമ്മൾ കൂട്ടിയിട്ടിരിക്കുകയാണ് 1/2 ഇഞ്ച്. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാൻ കേട്ടോ. ആ ഒരു പീസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ശേഷം നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിലെ നെക്ക് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് നമ്മൾ ഫ്രണ്ടിൽ 2ഉം ബാക്കിൽ 2.25 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ വേറൊരു പാറ്റേണും കൂടി ചെയ്യാം. ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അതുപോലെ തന്നെ വേറൊന്നും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ 2 പാറ്റേൺ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയും കണ്ടു കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും തന്നെ ഈ ലേഡീസിൻ്റെ സ്കൂൾ യൂണിഫോം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അതെന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.